മാർസ് കലയെക്കുറിച്ച് പറഞ്ഞ മനോഹരമായ ഒരു വാക്യം, വളരെ മൗലികമായ ഒരു ഉള്ളടക്കമുള്ള ഒരു വാക്യമുണ്ട്. അദ്ദേഹം പറയുന്നത്, ആർട്ട് ഈസ് അറ്റ് ദ സെയിം ടൈം എ സീക്രട്ട് കൺഫെഷൻ ആൻഡ് ദി ഇമ്മോർട്ടൽ മൂവ്മെന്റ് ഓഫ് ഇറ്റ്സ് ടൈം എന്ന് പറയും. കല ഒരേ സമയം രഹസ്യമയമായ ഒരു കുംഭസാരവും ആ കാലത്തിൻ്റെ അനശ്വര ഗതിയുടെ ആവിഷ്കാരവുമാണ് എന്നാണ്. ഒരർത്ഥത്തിൽ പരസ്പര വിരുദ്ധം എന്ന് തോന്നാവുന്ന രണ്ടാശയങ്ങളെ മാർസ് കലയെ മുൻനിർത്തി കൂട്ടിച്ചേർക്കുകയാണ്. രഹസ്യമയമായ ഒരു കുംഭസാരം, എ സീക്രട്ട് കൺഫെഷൻ, നിങ്ങളോട് മാത്രമായി, നിങ്ങളുടെ ചെവിക്കരികെ ഇരുന്ന് നിങ്ങളോടെന്നതുപോലെ മാത്രമായി കല സംസാരിക്കുന്നു. അങ്ങനെ ആകുക കലയുടെ ഒരു അടിസ്ഥാന സ്വഭാവമാണ്. ഓരോ വ്യക്തിയോടും ആ വ്യക്തിയുടെ അനന്യമായ, അയാളുടേത് മാത്രമായ അനുഭവ മണ്ഡലത്തിൽ നിന്ന് സംസാരിക്കാൻ കലയ്ക്ക് കഴിയും. അതാണ് സീക്രട്ട് കൺഫെഷൻ. പക്ഷെ അങ്ങനെ അങ്ങേയറ്റം വ്യക്തിപരവും അങ്ങേയറ്റം സ്വകാര്യവും അങ്ങേയറ്റം അനന്യവുമായിരിക്കെ തന്നെ ഇമ്മോർട്ടൽ മൂവ്മെന്റ് ഓഫ് ഇറ്റ്സ് ടൈം, അതിൻ്റെ കാലത്തിൻ്റെ, ആ കാലത്തിൻ്റെ അനശ്വര ഗതിയുടെ ആവിഷ്കാരവുമാണ് കല. ഒരു ഭാഗത്ത് അത് ആ കാലത്തിൻ്റെ മുഴുവൻ കേറ്റിറക്കങ്ങളെ, അതിൻ്റെ ഗതിഭേദങ്ങളെ, അതിൻ്റെ സംഘർഷങ്ങളെ, അതിൽ അലയലയായി വരുന്ന ജീവിതോർജങ്ങളെ ഒക്കെ കല ഉൾക്കൊള്ളുന്നുണ്ട്. അത് പക്ഷെ മറുഭാഗത്ത് അങ്ങേയറ്റം സ്വകാര്യമായി, അങ്ങേയറ്റം രഹസ്യമയമായി നമ്മോട് സംസാരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ രണ്ടറ്റങ്ങളിൽ ഒരു കുംഭസാരത്തിൻ്റെ രഹസ്യാത്മകതയോടെ ഒരു ഭാഗത്തും ഒരു കാലഗതിയുടെ മുഴുവൻ സങ്കീർണതകളെയും ഉൾക്കൊള്ളുന്ന പ്രവാഹബലത്തോടെ മറുഭാഗത്തും നിലക്കൊള്ളുന്ന ഒന്നാണ് കല എന്ന് മാർക്സ് പറയുന്നുണ്ട്. ഒരുപക്ഷെ കലയെക്കുറിച്ചുള്ള ഏറ്റവും ഡയലക്റ്റിക്കലായ ഒരാശയമാണ്. ഒരേ സമയം അത് അങ്ങേയറ്റം വൈയക്തികമാണ്, വൈകാരികമാണ്, സ്വകാര്യമാണ്. മറുഭാഗത്ത് അങ്ങേയറ്റം കാലബദ്ധമാണ്, സാമൂഹികമാണ്, ചരിത്രപരമാണ്. ഇതിനിടയിലുള്ളൊരു വിനിമയ സ്ഥാനത്ത് നമ്മെ കൊണ്ടുചെന്ന് നിർത്തുന്നു എന്നതാണ് കലയുടെ വലിയ സാധ്യത. അതായത് ഒരു കാലം രൂപപ്പെടുത്തിയ അനുഭവ ഘടന എന്നെല്ലാം പറയുന്നത് പൊതുവെ അമൂർത്തമായ ആശയമാണ്. ഈ അമൂർത്തമായ ആശയത്തിൽ നിന്ന് സവിശേഷമായ ഒരു അനുഭവത്തിലേക്ക് ഈ ആശയത്തെ എങ്ങനെ കൊണ്ടുവരും? ഒരു ചരിത്രഘട്ടം ഉണ്ടാക്കിയ വലിയ സംഘർഷം, ആ സംഘർഷം എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? ഒരു ചരിത്ര പുസ്തകം വായിച്ചാൽ നമുക്കതിനെ അമൂർത്തമായിട്ട് മനസ്സിലാക്കാം, ആശയം എന്ന നിലയ്ക്ക് മനസ്സിലാക്കാം. പക്ഷേ ആ ചരിത്രഘട്ടത്തിൽ മനുഷ്യരെങ്ങനെ അനുഭവിച്ചു എന്നത് മനസ്സിലാക്കാൻ വാസ്തവത്തിൽ കല മാത്രമേ